Hello dear students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാസ്കേഡ് റിയലൈസേഷൻ ആണ്. നമ്മൾ ഡയറക്റ്റ് ഫോം 1 ആൻഡ് ഡയറക്റ്റ് ഫോം 2 റിയലൈസേഷൻ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാസ്കേഡ് റിയലൈസേഷൻ ആണ്. കാസ്കേഡ് റിയലൈസേഷന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കാസ്കേഡ് റിയലൈസേഷൻ നമ്മൾ മീൻ ചെയ്യുന്നത് ഇതാണ്. നമ്മൾ ഈ രീതിയിൽ H1 ഓഫീസർ H2 ഓഫീസർ ആ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് കാസ്കേഡ് എന്ന് പറയുക. കാസ്കേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഒരു സീരീസ് കണക്ഷൻ ആണ് കാസ്കേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ കാസ്കേഡ് റിയലൈസേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം H of Z കണ്ടുപിടിക്കണം. ദാറ്റ് മീൻസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. ദെൻ ട്രാൻസ്ഫർ ഫംഗ്ഷനെ നമ്മൾ അറ്റ്ലീസ്റ്റ് 2 ഫാക്ടേഴ്സ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റണം. H1 of Z into H2 of Z into H3 of Z അങ്ങനെ മിനിമം നമുക്ക് എന്ത് ചെയ്യണം, 2 ഫാക്ടേഴ്സ് എങ്കിലുമായിട്ട് നമ്മൾ H of Z ഫാക്ടറൈസ് ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഇതിൽ ഓരോ ഫാക്ടറിനെയും ഓരോ ട്രാൻസ്ഫർ ഫംഗ്ഷനെയും സബ് ട്രാൻസ്ഫർ ഫംഗ്ഷനെയും നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് ഡയറക്റ്റ് ഫോം 2 റിയലൈസേഷൻ നടത്തണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഓരോന്നും കണക്ട് ചെയ്യുന്നു, സീരീസ് കണക്ഷനായിട്ട് കണക്ട് ചെയ്യുന്നു. അതായത് ഫസ്റ്റിലെ സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, അതായത് H1 of Z റിയലൈസ് ചെയ്ത് കിട്ടുന്നതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഷുഡ് ബി കണക്റ്റഡ് ആസ് ദി ഇൻപുട്ട് ഓഫ് ദി റിയലൈസേഷൻ ഓഫ് H2 of Z. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൊസീഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇത് എന്ത് ചെയ്യാം, ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, നമുക്ക് റിയലൈസ് ചെയ്യണം കാസ്കേഡ് ഫോമിൽ. അതിന് നമുക്ക് ഡിഫറൻസ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. y of n is equal to -0.1 y of n minus 1 plus 0.2 y of n minus 2 plus 3x of n plus 3.6 x of n minus 1 plus 0.6 x of n minus 2. ഇതാണ് നമ്മുടെ ഡിഫറൻസ് ഇക്വേഷൻ ആയി തന്നിട്ടുള്ളത്. സോ ഇതിൽ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം, H of Z കാണണം. H of Z കാണണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, H of ഇതിനെ Z ട്രാൻസ്ഫോം ചെയ്യണം. സോ രണ്ട് സൈഡും Z ട്രാൻസ്ഫോം ചെയ്യുക. സോ y of n ന്റെ Z ട്രാൻസ്ഫോം y of Z ആണ്, ദാറ്റ്സ് ഈക്വൽ ടു -0.1. ഇവിടെ y of n minus 1 ആണ്, അതിൻ്റെ Z ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം, Z raised to ഇവിടെ -1 ആയി വരണം, Z raised to -1 ഇൻറ്റു y ആയ കാരണം y of Z പ്ലസ് ഇവിടെ എന്ത് വരുന്നു 0.2 ഇൻറ്റു Z n minus 2 ആണ്, അപ്പോൾ Z raised to -2 ഇൻറ്റു y of Z പ്ലസ് 3 ഇൻറ്റു x of n ന്റെ Z ട്രാൻസ്ഫോം x of Z പ്ലസ് 3.6 ഇൻറ്റു ഇവിടെ x of n minus 1 ആണ്, സോ Z raised to -1 ഇൻറ്റു x of Z പ്ലസ് 0.6 ഇൻറ്റു ഇവിടെ x of n minus 2 ആണ്, സോ Z raised to -2 ആയ കാരണം Z raised to -2 ഇൻറ്റു x of Z. ഓക്കെ, ദെൻ ഇനി നമുക്ക് y of Z എല്ലാം ഒരു സൈഡിൽ എഴുതണം. സോ y of Z ഇവിടെ ഉണ്ട്, ഈ മൈനസ് ടേം ഇങ്ങോട്ടേക്ക് വന്നു, y of Z സോ പ്ലസ് 0.1 ആയി, Z raised to -1 y of Z പ്ലസ് ഈ പ്ലസ് ഇങ്ങോട്ട് വന്നു മൈനസ് ആയി, -0.2 Z raised to -2 y of Z. ദിസ് ഈസ് ഈക്വൽ ടു എക്സ് ടേംസ് എല്ലാം അപ്പുറത്ത് എഴുതുക, 3 ഇൻറ്റു x of Z പ്ലസ് 3.6 into Z raised to -1 into x of Z plus ഈ ടേം 0.6 into Z raised to -2 into x of Z. സോ ഇനി നമ്മൾ ഈ ടേമിൽ നിന്ന് ഇവിടെ y of Z ഔട്ട് സൈഡ് എടുക്കുകയാണ്. സോ ഇവിടെ ബാക്കി 1 ആണുള്ളത്, 1 പ്ലസ് ഇവിടെ 0.1 Z raised to -1 മൈനസ് ഇറ്റ് ഈസ് 0.2 Z raised to -2. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു ഇവിടെ നമ്മൾ x of Z ഔട്ട് സൈഡ് എടുക്കുക റൈറ്റ് സൈഡിൽ നിന്ന്. സോ ഇവിടെ 3 ബാക്കിയുണ്ട് പ്ലസ് 3.6 Z raised to -1 ബാക്കിയുണ്ട് പ്ലസ് ഇവിടെ 0.6 Z raised to -2 ബാക്കിയുണ്ട്. സോ നമ്മൾ ഇനി എന്ത് ചെയ്യുന്നു, y of Z ഡിവൈഡഡ് ബൈ x of Z ചെയ്യുന്നു. സോ y of Z ഇവിടെ നിർത്തി, x of Z ഇങ്ങോട്ടേക്ക് വന്നു, ബാക്കി അപ്പുറത്തുള്ള ടേം 3 പ്ലസ് 3.6 Z raised to -1 പ്ലസ് 0.6 Z raised to -2 ഡിവൈഡഡ് ബൈ ഇത് അങ്ങോട്ടേക്ക് താഴേക്ക് പോകും, ഡിനോമിനേറ്ററിൽ പോകും. സോ 1 പ്ലസ് 0.1 Z raised to -1 minus 0.2 Z raised to -2. This is our H of Z. Okay, H of Z നെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യണം. അപ്പോൾ ആദ്യം H of Z എടുത്ത് എഴുതുക, 3 പ്ലസ് 3.6 Z ഇൻവേഴ്സ് പ്ലസ് 0.6 Z raised to -2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 0.1 Z raised to -1 മൈനസ് 0.2 Z raised to -2. അപ്പോൾ ഇത് നമ്മൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ പോവാണ്. അത് സിംപ്ലിഫൈ ചെയ്യാനുള്ള എളുപ്പമാർഗ്ഗം ഞാൻ പറയാം. അപ്പോൾ ശ്രദ്ധിക്കുക, അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എല്ലാ ടേംസും 1+ എന്ന് പറയുന്ന രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ മാറ്റണം. സോ ഇവിടെ 3 ആണ്, സോ ഇവിടുന്ന് 3 ഔട്ട് സൈഡ് എടുക്കുക. സോ ഇറ്റ് ഈസ് 1+,
ഇവിടെ 3.6 ഡിവൈഡ് ബൈ 3 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് 1.2 z raised to minus 1 പ്ലസ് 0.6 ഡിവൈഡ് ബൈ 3 എന്ന് പറയുമ്പോൾ 0.2 z raised to minus 2. താഴത്തെ ടൈമിൽ 1 പ്ലസ് എന്ന് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, അപ്പോൾ അതേപോലെ തന്നെ എഴുതാം. ഓക്കെ, അപ്പോൾ ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുന്ന മെത്തേഡ് ശ്രദ്ധിക്കുക. കാൽക്കുലേറ്റർ എടുക്കുക. കാൽക്കുലേറ്ററിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡ് പ്രസ് ചെയ്യുക. മോഡ് പ്രസ് ചെയ്തിട്ട് ഇക്വേഷൻ 1 എന്നാക്കുക. ഇവിടെ അൺനോൺസ് പകരം നമുക്ക് വേണ്ടത് ഡിഗ്രിയാണ്. ഡിഗ്രി 2 ആണ് ഇവിടെ ഉള്ളത്. അല്ല, z raised to minus 2 അല്ല മാക്സിമം, സോ ഡിഗ്രി 2 എന്ന് എടുക്കുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ വാല്യൂസ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇതിൻ്റെ വാല്യൂസ് ഇവിടെ വന്നിട്ടുള്ള വാല്യൂസ് ഏതൊക്കെ നോക്കാം. ഇവിടെ വന്നിട്ടുള്ള വാല്യൂസ് എനിക്കിവിടെ വന്നിട്ടുള്ള വാല്യൂസ് 1, 1.2, 0.2 അങ്ങനെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിൽ. സോ ഫസ്റ്റ് ടേം 1 ആണ്. ദെൻ നെക്സ്റ്റ് ടേം, സോറി, ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് മുകളിലത്തെ വാല്യൂ ആണ്. സോ ഫസ്റ്റ് ടേം 1 ആണ്. ദെൻ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 1.2 ആണ്. ദെൻ തേർഡ് ടേം എന്ന് പറയുന്നത് 0.2 ആണ്. ഓക്കെ, ഞാൻ ഈക്വൽ ടു പ്രസ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് -0.2 എന്നാണ് കിട്ടിയത്. അപ്പോൾ അതിന് ഞാൻ ഫ്രാക്ഷൻ ആക്കി മാറ്റി കഴിഞ്ഞാൽ -1/5 എന്നാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനെ ഫാക്ടറൈസ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഒരു ടേം എഴുതേണ്ടതാണ്. ഈ 3 നമ്മളൊന്നും മാറ്റിയിട്ടില്ല. ഇൻറ്റു 1 മൈനസ് എന്ന് എഴുതുന്നു. ദെൻ നമുക്കിവിടെ ഒരു വാല്യൂ കിട്ടിയതെന്നാണ് -1/5. -1/5 z raised to -1 ഇൻറ്റു, ഓക്കെ ക്ലിയർ ആണല്ലോ, ഇൻറ്റു അഗൈൻ 1 മൈനസ് ചെയ്യണം. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത വാല്യൂ കണ്ടുപിടിക്കണം. അടുത്ത വാല്യൂ കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നമ്മളെല്ലാം എൻ്റർ ചെയ്തിട്ടുണ്ട്, ഒന്നും കൂടെ ഈക്വൽ ടു പ്രസ് ചെയ്യുക. അപ്പോൾ കിട്ടിയത് എത്രയാണ്, -1 എന്നാണ് കിട്ടിയത്. സോ ഇറ്റ് ഈസ് -1 z ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ -z ഇൻവേഴ്സ്. ഓക്കെ, ഡിവൈഡഡ് ബൈ, ഇനി നമ്മൾ താഴത്തെ വാല്യൂസ് ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ, താഴത്തെ വാല്യൂ വാലുവേറ്റ് ചെയ്യാൻ വീണ്ടും നമ്മൾ പ്രസ് ചെയ്യുക. നമുക്ക് വാല്യൂസ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. വാല്യൂ ഡിനോമിനേറ്ററിൽ എന്തൊക്കെയുള്ളത്, 1. സോ ഫസ്റ്റ് ടേം 1 ആണ്. സെക്കൻഡ് ടേം 0.1 ആണ്. സെക്കൻഡ് ടേം എത്രയാണ്, മൈനസ്. തേർഡ് ടേം -0.2 ആണ്. പ്രസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ x ഈക്വൽ ടു കിട്ടി 0.4 എന്ന് കിട്ടി. അപ്പോൾ അതിന് വേണമെങ്കിൽ എനിക്ക് 2/5 എന്ന് എഴുതാം. ഓക്കെ, പ്ലസ് തന്നെയാണ് കിട്ടുന്നത്. സോ നമുക്ക് എങ്ങനെ എഴുതാം, ഇറ്റ് ഈസ് 1 മൈനസ്, കിട്ടിയത് 2/5 എന്നായിരുന്നു. സോ അതേപോലെ എഴുതുന്നു 2/5 z raised to -1 ഇൻറ്റു 1 മൈനസ് നെക്സ്റ്റ് ടേം ഏതാ നോക്കാം. നെക്സ്റ്റ് ടേം വീണ്ടും ഈക്വൽ ടു പ്രസ് ചെയ്യുക. -0.5 എന്നാണ് കിട്ടിയത്. അതിനേക്ക് എന്ത് ചെയ്യാം, -1/2 എന്ന് എഴുതാം. ഓക്കെ, സോ ഇറ്റ് ഈസ് -1/2 z ഇൻവേഴ്സ്. അപ്പോൾ നമുക്ക് h of z എന്ന് മാറ്റി എഴുതാം. h of z is equal to ശ്രദ്ധിക്കുക, 3 ഇൻറ്റു 1 പ്ലസ്, ഈ മൈനസ് കൂടെ പ്ലസ് ആയി, 1/5 z raised to -1 ഇൻറ്റു, ഇവിടെ ഈ മൈനസ് കൂടെ പ്ലസ് ആയി, 1 പ്ലസ് z raised to -1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 2/5 z raised to -1 ഇൻറ്റു 1 മൈനസ് എന്തായി, പ്ലസ് ആയി, 1 പ്ലസ് 1/2 z raised to -1. So this is our final h of z. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ 3നെ ഇതിൽ ഏതെങ്കിലും ഒരു ടേമിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഒന്നെങ്കിൽ ഈ ടേമിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഈ ടേമിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അത് നിങ്ങൾ ഏത് ടേമിലേക്കാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, നിങ്ങൾ ചെയ്യുന്ന ആൾക്കനുസരിച്ച് നിങ്ങളുടെ റിയലൈസേഷനിൽ വരുന്ന പാരാമീറ്റേഴ്സിൻ്റെ മൾട്ടിപ്ലയറും എല്ലാം മാറും. പക്ഷേ നിങ്ങളുടെ സ്ട്രക്ചർ എപ്പോഴും, ആ ഒരു ഷേപ്പ് എപ്പോഴും സെയിം ആയിരിക്കും. നമ്പർ ഓഫ് ഡിലേ എലമെൻസും ആഡേഴ്സൊക്കെ എപ്പോഴും സെയിം ആയിരിക്കും. അതിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന വാല്യൂസിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, ചെറിയ മാറ്റങ്ങൾ വരും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതിനനുസരിച്ച്. സോ ഞാനിവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഈ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ തന്നെയാണ്. സോ ഇത് 3 ഇൻറ്റു 1 ചെയ്യുമ്പോൾ എന്ത് വരും, 3 എന്ന് വരും. പ്ലസ് 3 ഇൻറ്റു 1/5 3/5 z raised to -1 എന്ന് വന്നു. ഇൻറ്റു 1 പ്ലസ് z raised to -1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 2/5 z raised to -1 ഇൻറ്റു 1 പ്ലസ് 1/2 z raised to -1. ഇനി ഞാൻ നമ്മുടെ സ്റ്റെപ്പ് 1ൽ നമ്മൾ എന്ത് ചെയ്യണം, അല്ല ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ശരിക്കും സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യണം, ഇതിനെ എങ്ങനെ എഴുതണം, h1 of z ഇൻറ്റു h2 of z എന്നുള്ള ഫോമിലാക്കി എഴുതണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനെ ഇങ്ങനെയാക്കി എഴുതുമ്പോൾ ചില ആൾക്കാർക്ക് വേണമെങ്കിൽ ഞാൻ ഇങ്ങനെ ഇത് രണ്ടുമാണ് ഞാൻ, ഇതാണ് h1 of z എടുക്കുന്നത്, ഇതാണ് h2 of z എടുക്കുന്നത്. അപ്പോൾ വേറൊരാൾ ചിലപ്പോൾ എഴുതുന്നതിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ അയാൾ ഇതാണ് ആദ്യം എഴുതുന്നതെങ്കിൽ ഇതും ഇപ്പോൾ ഇതേ ഡിവൈഡ് ബൈ ഇത് എഴുതാം, അല്ലെങ്കിൽ ഇതേ ഡിവൈഡ് ബൈ എഴുതാം, അങ്ങനെയൊക്കെ മാറി വരാം. ഓക്കെ, അങ്ങനെ മാറിക്കഴിഞ്ഞാലും റിയലൈസേഷൻ്റെ സ്ട്രക്ചറിൽ മാറ്റം ഉണ്ടാവില്ല. അതെ, ഓക്കെ, അപ്പോൾ നമ്മൾ ആ നമ്പർ ഓഫ് ഡിലേ എലിമെൻസിൻ്റെയും ആഡേഴ്സിൻ്റെയൊക്കെ എണ്ണം എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ.
ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? ഞാൻ h1 ഓഫ് z ആയിട്ട് എടുക്കുന്നത് ഫസ്റ്റ് ടേം ആണ്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും h1 ഓഫ് z എടുക്കാം. പക്ഷെ ഒന്ന് ന്യൂമറേറ്റർ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ ആ ഫോമിൽ കിട്ടുന്ന ടേംസ് എടുക്കുന്നതാണ് എപ്പോഴും നമുക്ക് നല്ല രീതിയിൽ എപ്പോഴേ ചെയ്യാൻ കഴിയുള്ളൂ. ഡിവൈഡഡ് ബൈ 1 മൈനസ് 2/5 z ഇൻവേഴ്സ് ആണ് എടുത്തിട്ടുള്ളത്. ദെൻ h2 ഓഫ് z ഞാൻ എടുത്തിട്ടുള്ളത് 1 പ്ലസ് z ഇൻവേഴ്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1/2 z ഇൻവേഴ്സ്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് h1 ഓഫ് z-നെ ഞാൻ എന്ത് ചെയ്യണം? ഡയറക്റ്റ് ഫോം 2-ൽ റിയലൈസ് ചെയ്യണം. h1 ഓഫ് z-നെ ഡയറക്റ്റ് ഫോം 2-ൽ റിയലൈസ് ചെയ്യണം. സോ ഞാനിങ്ങനെ എഴുതാൻ പോകുന്ന h1 ഓഫ് z-നെ ഡയറക്റ്റ് ഫോം 2-ൽ ചെയ്യാൻ എന്താ ചെയ്യുക? y1 ഓഫ് z ഡിവൈഡഡ് ബൈ w1 ഓഫ് z ഇൻറ്റു w1 ഓഫ് z ഡിവൈഡഡ് ബൈ x1 ഓഫ് z അങ്ങനെ മാറ്റി എഴുതും അല്ലേ? ദിസ് ഈസ് ഈക്വൽ ടു നമ്മുടെ x1 ഓഫ് z തന്നെ, സോറി h1 ഓഫ് z 3/5 z ഇൻവേഴ്സ് ഡിവൈഡഡ് ബൈ, കാരണം ഇത് എന്ന് പറഞ്ഞാൽ തന്നെയാണ് y1 ഓഫ് z ഡിവൈഡഡ് ബൈ x1 ഓഫ് z ആണ് അല്ലേ? ഇങ്ങനെ മാറ്റി എഴുതി നമുക്ക് ഡയറക്റ്റ് ഫോം 2 ചെയ്ത വീഡിയോ നിങ്ങൾ നോക്കിയാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മൾ നെക്സ്റ്റ് ടൈമിൽ എഴുതുന്നതാണ് y1 ഓഫ് z ഡിവൈഡഡ് ബൈ w1 ഓഫ് z ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതേണ്ടത് മുകളിലത്തെ ടേമാണ് 3 പ്ലസ് 3/5 z റൈസ് ടു -1 അല്ലേ? ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ആവും. സോ y1 ഓഫ് z ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു w1 ഓഫ് z പ്ലസ് 3/5 ഇൻറ്റു z റൈസ് ടു -1 ഇൻറ്റു w1 ഓഫ് z. ഇതിനെ നമ്മൾ ഇൻവേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും y1 ഓഫ് n ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു w1 ഓഫ് n പ്ലസ് 3/5 ഇൻറ്റു w1 ഓഫ് n -1, കാരണം ഇവിടെ z റൈസ് ടു -1. സോ ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കും. ഇനി നമ്മൾ ഇവിടെ ഈ y1 ഈ ടേം എടുത്ത പോലെ തന്നെ ഈ ടേം എടുക്കണം. ആ ടേം എന്താണ്? w1 ഓഫ് z divided by x1 of z is equal to 1 by denominator എന്നാണ് എഴുതുന്നത്. This is 1 minus 2/5 z raised to -1. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ വരും വാല്യൂ w1 of z is equal to w1 of z into 1 minus w1 of z into 2/5. ഈ w1 of z into 2/5 z raised to -1 is equal to x1 of z. ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് w1 of z ആണ്. w1 of z നമ്മൾ ഇവിടെ നിർത്തുന്നു, ഈക്വൽ ടു x1 of z അപ്പുറത്തുള്ള അതേപോലെ എഴുതുന്നു, മൈനസ് അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് ആവുന്നു, w1 of z ഇൻറ്റു 2/5 z raised to -1 എന്നാവും. സോ ദിസ് ഈസ് ഈക്വൽ, ഇനി നമ്മൾ ഇൻവേഴ്സ് കാണുമ്പോൾ w1 of n is equal to x1 of n പ്ലസ് z raised to ഇവിടെ 2/5 ഉണ്ട്, z raised to -1 into w of z എന്ന് പറഞ്ഞാൽ എന്താ വരിക? w1 of n -1. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ നമ്മളിവിടെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ h1 of z-നെ നമ്മൾ റിയലൈസേഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ റിയലൈസേഷൻ നമ്മൾ വരക്കണം. ഓക്കെ, അപ്പോൾ അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഗ്രാഫാണ്, ഈ ഇക്വേഷൻ ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്. ഈ ഇക്വേഷൻ പ്രകാരം ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് x1 of n ആണ്. x1 of തന്നെയാണ് നമ്മൾ ഒറിജിനൽ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേജ് അതിൽ നമുക്ക് കിട്ടേണ്ടത് ആരാണ്? w1 of n ആണ്. w1 of n ആണ്. അതിൽ എന്ത് ആവശ്യമുണ്ട്? w of n -1 ആവശ്യമുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഡിലേ എലമെന്റിലൂടെ പാസ് ചെയ്യുന്നു. z raised to -1 അങ്ങനെ എഴുതുക, ഡിലേ എലമെന്റ് ആയി. അപ്പോൾ അവിടെ നമുക്ക് എന്ത് കിട്ടും? w of n -1 കിട്ടും. ഓക്കെ, ഇനി ഇക്വേഷൻ പ്രകാരം എന്താണ്? w1 of n എന്ന് പറഞ്ഞാൽ എന്താണ്? x of n വേണം. ദെൻ w of n -1 എടുത്തിട്ട് അതിനെന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, 2/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ നേരെ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ആർഡറിലോട്ട് ആഡ് ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്നതാണ് w of n. ദെൻ ഇനി നമ്മൾ ഈ ഇക്വേഷൻ പ്രകാരം നമ്മൾ y of n എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ഇൻറ്റു w of n ആണ്. അപ്പോൾ നമ്മൾ w of n എടുക്കുന്നു, അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ദെൻ എന്താണ് ഇക്വേഷൻ? എന്താണ്? w of n -1 ഉണ്ട്, അതിനെന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്നാണ്? 3/5. സോ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? w of n -1 ഇങ്ങോട്ട് എടുക്കുന്നു, അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് 3/5 ആണ്. എന്നിട്ട് ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യുന്നു. ഈ റിസൾട്ടിനെ നമ്മൾ y1 of n എന്നാണ് എഴുതുന്നത്. ഈ y1 of n ആണ് നമ്മൾ അടുത്ത ടേമിലേക്ക് ഉണ്ടായിട്ട് എഴുതേണ്ടത്.
ഇൻപുട്ടായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ H1 of Z എന്ത് ചെയ്തു, റിയലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് റിയലൈസ് ചെയ്യേണ്ടത് ഏതാണ്, H2 of Z-നെയാണ് റിയലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെ, അത് നമുക്ക് എന്ത് ചെയ്യണം, ഡയറക്റ്റ് ഫോം 2-ൽ നമ്മൾ എന്ത് ചെയ്യണം, റിയലൈസ് ചെയ്യണം. അപ്പോൾ H2 of Z നമ്മൾ എടുത്തത് എന്താണെന്നുള്ളത് ചെക്ക് നോക്കുക. H2 of Z നമ്മൾ എടുത്തത് എന്തായിരുന്നു, 1 പ്ലസ് നമ്മൾ വെച്ചിരുന്ന 1 പ്ലസ് Z⁻1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1/2 Z⁻1. ഇതും നമ്മൾ എന്ത് ചെയ്യണം, ഡയറക്റ്റ് ഫോം 2-ൽ തന്നെ റിയലൈസ് ചെയ്യണം. ഡയറക്റ്റ് ഫോം 2-ൽ റിയലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുക, y2 of Z divided by x2 of Z കൊടുക്കുക. This is equal to 1 plus Z inverse divided by 1 plus 1/2 Z⁻1. This is equal to y2 of Z divided by w2 of Z into direct form 2-ന്റെ മെത്തേഡ് ഇങ്ങനെയാണ്, w of 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. This is equal to 1 plus Z⁻1 divided by 1 plus Z⁻2 1/2 Z⁻1. ഇത് നമ്മൾ y2 of Z ഡിവൈഡഡ് ബൈ w of 2 of Z എന്നാണ് എടുക്കേണ്ടത്. സോ y2 of Z ഡിവൈഡഡ് ബൈ w of 2 of Z is equal to 1 plus Z⁻1. സോ y2 of Z is equal to എന്തോരും, w2 of Z into Z⁻1 into w2 of Z. So this is equal to inverse കാണുമ്പോൾ y2 of n is equal to w2 of n plus w2 of n-1 എന്ന് വരും. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുന്നു. ദെൻ സിമിലർലി നമ്മൾ എന്ത് ചെയ്യുന്നു, ബാക്കി ഉള്ളത് സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഇതാണ്, നമ്മുടെ w2 of Z ഡിവൈഡ് ബൈ x2 of Z is equal to 1 by ഡിനോമിനേറ്റർ എന്നാണ് കൊടുക്കുന്നത്. w2 of Z ഡിവൈഡഡ് ബൈ x2 of Z is equal to 1 by 1 plus 1/2 Z⁻1. ഇത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, w2 of Z, ഈ w2 of Z into 1 plus 1/2 Z⁻1 into w2 of Z is equal to x2 of Z എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് w2 of Z-ന്റെ ഇക്വേഷൻ ആണ് കാണേണ്ടത്. സോ w2 of Z is equal to x2 of Z അപ്പുറത്തുണ്ട്, അതേപോലെ എഴുതി. ഈ പ്ലസ് അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആയി, -1/2 Z⁻1 into w2 of Z ആയി. then നമ്മൾ ഇൻവേഴ്സ് Z ട്രാൻസ്ഫോം കാണാനാണ്, w2 of n is equal to x2 of n minus 1/2 into w2 of n-1. Z⁻1 w2 of Z ഇൻവേഴ്സ് എന്താണ്, w2 of n-1. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുന്നു. വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, റിയലൈസ് ചെയ്യണം. അപ്പോൾ റിയലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇവിടെ x2 of n ആണ്. ഔട്ട്പുട്ട് കിട്ടുന്ന ഏതാണ്, w2 of n ആണ്. ഓക്കെ, ഇപ്പോൾ w2 of n-1 ഇവിടെ ആവശ്യമുണ്ട്. സോ w2 of n-1 കാണണമെങ്കിൽ ദിസ് ഈസ് Z⁻1 എന്ന് കൊടുക്കണം, അതായത് ഡിലേ എലമെന്റിലൂടെ പാസ് ചെയ്യണം. സോ ഇവിടെ w2 of n-1 കിട്ടും. ഓക്കെ, അതിനെ പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം, -1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ x of n-ഉമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഓക്കെ, x of n-ഉമായിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് w2 of n കിട്ടും. ഇനി y2 of n-ന്റെ ഇക്വേഷൻ ഇതാണ്. y2 of n-ന്റെ ഇക്വേഷൻ എന്താണ്, w2 of n പ്ലസ്, അപ്പോൾ w2 of n അതേപോലെ എടുത്തു. ദെൻ അടുത്ത ഏതാണ് വേണ്ടത്, w2 of n-1 കൂടെ ആഡ് ചെയ്താൽ മതി. സോ w2 of n-1 അതേപോലെ എടുത്തു. മൾട്ടിപ്ലയർ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, മൾട്ടിപ്ലയർ 1 ആണ്, അപ്പോൾ അത് പ്രത്യേകം കാണിക്കേണ്ട ആവശ്യമില്ല. പ്ലസ് എടുത്തു. ദിസ് ഈസ് y2 of n. ഓക്കെ, അപ്പോൾ ഇനി നമ്മളിപ്പോൾ നമുക്ക് രണ്ട് റിയലൈസേഷനും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മുടെ കാസ്കേഡ് റിയലൈസേഷൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ കാസ്കേഡ് റിയലൈസേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, ആദ്യം നമ്മുടെ ഫസ്റ്റ് നമ്മൾ വരച്ച ബ്ലോക്ക് ഡയഗ്രാം വരക്കണം. ഫസ്റ്റത്തെ H1 of Z റിയലൈസേഷൻ്റെ ബ്ലോക്ക് ഡയഗ്രാം ഇതാണ്, അതങ്ങ് വരക്കാം. അത് ഞാൻ വരക്കാം. ഓക്കെ, അപ്പോൾ അത് ഇതേപോലെ പകർത്താം. ദിസ് ഈസ് x1 of n, w1 of n. ഇത് വേറെ വേറെ വരക്കാം, അല്ലെങ്കിൽ ഒരുമിച്ച് നിങ്ങൾക്ക് വരക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല കേട്ടോ. എക്സാമിന് നിങ്ങൾ സമയത്തിനനുസരിച്ചാണ് ഇത് ചെയ്യേണ്ടത്. 2/5 ഇവിടെ മൾട്ടിപ്ലയർ 3/5. രണ്ടും നമ്മുടെ ഡയറക്റ്റ് ഫോം 2, അതുകൊണ്ടാണ് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞത്. ഇതിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടിയത് നമ്മൾ y1 of n എന്നാണ് കൊടുത്തിരുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ y2 of n, y2 of n നമുക്ക് കിട്ടിയതിട്ടുണ്ട് ഇവിടെ. y2 of n നമ്മളെ മുകളിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മളതൊന്നും കൂടെ വരക്കാൻ പോവാണ്. x2 of n ആണ് ഇൻപുട്ട്. നമ്മുടെ w2 of n ഇവിടെ ഉണ്ടായിരുന്നു.
ഡിലേ എലമെൻ്റ് ഉണ്ട്. ഇവിടെ W2 of n -1 ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് -1/2 കൊണ്ടാണ്. വൃത്തിയായിട്ട് എഴുതണം. -1/2 കൊണ്ടാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ മൾട്ടിപ്ലയർ ഒന്നുമില്ല, കാരണം 1 ആണ്. സോ ദിസ് ഈസ് y2 of n. ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിത് ചെയ്യേണ്ടത് ഇതാണ്. x1 of n. ഈ x1 of n നമ്മൾ ഈക്വൽ ടു എന്ത് എഴുതണം? x of n എന്ന് കൊടുക്കണം. ഫസ്റ്റത്തിന്റെ ഇൻപുട്ടായിട്ട് നമ്മൾ ഒറിജിനൽ ഇൻപുട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ദെൻ ഒന്നാമത്തെ സ്റ്റേജിന്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് രണ്ടാമത്തെ സ്റ്റേജിന്റെ ഇൻപുട്ടായിട്ട് കണക്ട് ചെയ്യണം. സോ y1 of n is equal to x of n ആണ്. ദെൻ ഇവിടെ y2 of n ആണ് നമ്മുടെ ഒറിജിനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, y of n. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ കാസ്കേഡ് റിയലൈസേഷൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓൾ ദി ബെസ്റ്റ്.